वक्रतुंड महाकाय सूर्यकोटि समप्रभ निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा। नमः शिवाय। नर्मदे हर। നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അരുൺ പ്രഭു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം. ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രധാന ഘടകമാണ് ധനം. നാം എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് വൈകിട്ട് തിരിച്ച് വീട്ടിൽ വരുന്ന ഈ രണ്ട് ഘട്ടത്തിനിടയ്ക്കാണ് നാം ഈ ധനത്തിന് വേണ്ടിയുള്ള പാച്ചിൽ. എല്ലാവർക്കും ധനം വേണം. ചിലവർ ഏലസ് ധരിച്ച് ധനാകർഷണ ഭൈരവ യന്ത്രമൊക്കെ ധരിച്ച് ധനം വരുമെന്നുള്ള രീതിയിൽ ധരിക്കുന്നു. ചിലവർ ലക്ഷ്മി യന്ത്രം ധരിക്കുന്നു. അങ്ങനെ എങ്ങനെയൊക്കെ എവിടെ കൂടിയൊക്കെ എന്തൊക്കെ ചെയ്താൽ ധനം വരും എന്നുള്ള ഒരു പ്രധാന ഘട്ടത്തിലാണ് നമ്മുടെ ഓരോരുത്തരുടെ മനസ്സ്. അപ്പോൾ സിദ്ധരീതിയിൽ നമ്മുടെ പൗരാണിക കാലത്ത് തൊട്ട് നാം പിന്തുടർന്നു വന്ന ചില രീതികൾ നമ്മളായിട്ട് അത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനുള്ള സൊല്യൂഷൻ നമുക്ക് കിട്ടും. നിങ്ങളൊന്ന് വിശദമായിട്ട് പഴയ കാലങ്ങളിലേക്കൊന്ന് പോയി നോക്കിയാൽ പലിശയ്ക്ക് കടം കൊടുക്കുന്നവർ, ജന്മികൾ, ഇവരൊക്കെ പണം സൂക്ഷിച്ചു വെക്കുന്നത് ഒരു മരം കൊണ്ടുള്ള പെട്ടിയിലാണ്. അന്ന് ഇരുമ്പ് അലമാരകളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും അവരുടെ വർക്ക് സ്പേസ് എന്നുള്ള ആ മേശ, ചെറിയ മേശ, അത് മരം കൊണ്ടുള്ള തടിയാണ്, ആ ബോക്സാണ്. ഈ ഒരു കാര്യം നമ്മൾ ഇന്ന് എന്തുകൊണ്ട് പിന്തുടരുന്നില്ല? ഇന്നെല്ലാവരും ധനം സൂക്ഷിക്കുന്നത് അലമാരയിലാണ്, ഗോദ്രേജിൻ്റെ അലമാരയൊക്കെയാണ്. പക്ഷെ ഇരുമ്പിന് ഈ പറയുന്ന ധനത്തെ ക്രോഡീകരിക്കാനേ പറ്റുള്ളൂ. അത് അപ്ഗ്രേഡ് ചെയ്യാൻ ഇരുമ്പിന് പറ്റില്ല. കാരണം ധനം എന്ന് പറയുന്നത് മഹാലക്ഷ്മി. ആ മഹാലക്ഷ്മിക്ക് പൂർണ്ണമായ ഒരു ഇരിപ്പിടം ഓരോ വീട്ടിലും അല്ലെങ്കിൽ ഓരോ സ്ഥാപനത്തിലും ആവശ്യമാണ്. ഇപ്പോൾ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ ലോക്കർ ഇരുമ്പാണ്. പക്ഷേ അത് നമ്മുടെ പണം നമ്മുടെ വീടുകളിൽ ആ മഹാലക്ഷ്മിയെ ബഹുമാനപൂർവം വയ്ക്കുവാൻ നമ്മുടെ പഴമക്കാർ പിന്തുടർന്നു വന്ന അതേ രീതിയിൽ നമ്മൾ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു വ്യത്യാസം വന്നിരിക്കും. അതിന് ഉതകുന്ന തടിയാണ് ആഞ്ഞലി. ആഞ്ഞലി പെട്ടി നമ്മൾ വീട്ടിൽ കൊണ്ടുവരിക, അതിൽ ഒരു ലക്ഷ്മി കോടി വെക്കുക. ലക്ഷ്മി കോടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാധാരണ ജ്യോതിഷർ അവിടെ ഇരിക്കുന്ന കവടി അതിൻ്റെ വലിയൊരു രൂപമാണ്. പക്ഷെ അതിൻ്റെ കളർ വരുന്നത്
പുലിത്തോലിൻ്റെ നിറമായിരിക്കും. ഈ ലക്ഷ്മി കോടിയും 1 രൂപയും അതിൽ വയ്ക്കുക. നമ്മൾക്ക് കിട്ടുന്ന ധനം അതിൽ വയ്ക്കാൻ നമ്മൾ ശീലിക്കുക. അലമാരയിൽ വെച്ചോളൂ, പക്ഷെ ധനം ഈ പറയുന്ന പെട്ടിയിൽ വയ്ക്കുവാൻ തുടരുക. കുറച്ച് കാലം നമ്മുടെ ധനം അതിൽ തന്നെ ഒരു റൂട്ടീനാക്കുക. കുറച്ച് നാളങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് വേരിയേഷൻ നമുക്ക് മനസ്സിലാവും. ഇതിൽ വയ്ക്കുന്നതിന് മുമ്പും ഇതിന് വെച്ചതിന് ശേഷവും നമുക്ക് നല്ല വ്യത്യാസം വരും. കാരണം ആഞ്ഞിലിക്ക് ഒരു ലക്ഷ്മി തത്വമുണ്ട്. അതേപോലെ ലക്ഷ്മി കോടി, ഐശ്വര്യത്തിൻ്റെ ദേവതയായിട്ടുള്ള ലക്ഷ്മി കോടി, അതിനു തന്നെയാണ് ഇപ്പോൾ സാധാരണ കബഡി എന്ന് പറയാം. പക്ഷേ ഈ ഒരു കബഡിക്ക് ലക്ഷ്മി കോടി എന്ന് പറയാൻ കാരണം അതിന് ധനം ആകർഷിക്കുവാനുള്ള ഒരു വൈബുണ്ട്. പിന്നെ 1 രൂപ കോയിൻ നമ്മൾ എപ്പോഴും അതിൽ വെക്കുക. കൂടുതൽ കോയിൻസ് അതിൽ വെക്കാതിരിക്കുക. നമ്മളുടെ റുപ്പീസ് ആയിട്ടുള്ള നോട്ടുകൾ അതിൽ വെക്കാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. നല്ല ഒരു എനർജിയാണ്, നല്ല ഒരു വൈബാണ് ഈ 2 കാര്യത്തിന്. ഒന്ന് ആഞ്ഞലിക്ക്, പിന്നെ ലക്ഷ്മി കോടിക്ക്. വലിയ വലിയ പണക്കാർ, ധനാഢ്യന്മാർ, അവരുടെയൊക്കെ അലമാരയിൽ അതേപോലെ പണം വെക്കുന്ന ഈ മരപ്പെട്ടിയിൽ എപ്പോഴും ഒരു ലക്ഷ്മി കോടി ഉണ്ടായിരിക്കും. ഇവരുടെ പണപ്പെട്ടി ബോക്സ്, അതായത് മേശ, ചെറിയ മേശ ഉണ്ടാക്കിയിരിക്കുന്നത് ആഞ്ഞലി കൊണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ പൗരാണിക ആളുകൾ ആഞ്ഞലി കൊണ്ടുള്ള എല്ലാ ഫർണിച്ചറുകൾ, മേശകൾ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു തത്വം, ലക്ഷ്മി തത്വം ഉള്ളത് കൊണ്ടാണ്, അത് വീട് മൊത്തം നിറയട്ടെ എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടാണ് നമ്മുടെ കാരണവന്മാർ വീട്ടിനുള്ള എല്ലാ കാര്യങ്ങളും കൂടുതലും ആഞ്ഞലി കൊണ്ട് ചെയ്യുന്നത്. അതിന് ഈട് നിൽക്കും. സാധാരണ മരങ്ങളൊന്നും ഈട് നിൽക്കത്തില്ല, പക്ഷെ ആഞ്ഞലിയുടെ തടി ഈട് നിൽക്കും. അപ്പോൾ നമുക്കിതിൽ വേണ്ടത് പണം സൂക്ഷിക്കുമാറ് ഒരു ആഞ്ഞലിയുടെ ബോക്സ്, പിന്നെ ഈ പറയുന്ന ലക്ഷ്മി കോടി, പിന്നെ 1 രൂപ കോയിൻ. ഇത് നമ്മൾ അലമാരയിൽ സൂക്ഷിക്കുക. വരുന്ന ധനം അലമാരയിൽ പ്ലെയിൻ വെക്കാതെ ഈ പറയുന്ന ബോക്സിൽ വെച്ച് തുടങ്ങുക. കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഞാൻ ഈ പറയുന്നത് കറക്റ്റാണെന്നുള്ളത്. കാരണം നമ്മുടെ ഈ പ്രകൃതിയിൽ എനർജി ഫോം ചെയ്യുന്ന വൃക്ഷങ്ങളുണ്ട്, വള്ളികളുണ്ട്, അതേപോലെ മൂലങ്ങൾ, അതായത് ശംഖ്, വലംപരി ശംഖ്, ഇടംപരി ശംഖ്, ലക്ഷ്മി കോടി, കൗടി. നമ്മൾ ജ്യോതിഷന് കൗടി നിരത്തുന്നത് എന്തുകൊണ്ടാണ്? അതിനൊരു വൈബുണ്ട്. ദൈവിക തത്വങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് ആ കവടിയിൽ മനസ്സിലാകും. സാധാരണ കല്ല് വെച്ച് നമ്മൾ ജ്യോതിഷം നോക്കാൻ പാടില്ലേ? ഇല്ല. കാരണം കവടി തന്നെ വെച്ചാലേ നമുക്ക് ദൈവിക തത്വം എന്താണോ പറയുന്നത് അത് നമുക്ക് മനസ്സിലാക്കാനൊക്കെ ഉള്ളൂ. അതുകൊണ്ടാണ് കവടികളെ നമ്മൾ പൂർണ്ണ ബഹുമാനത്തോടെ നമ്മൾ വീടുകളിൽ വെക്കുന്നതും. അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നല്ല ഒരു ചിലവ് കുറഞ്ഞുമാണ്. നമ്മുടെ സാധാരണ പണി ചെയ്യുന്നവരുടെയൊക്കെ കയ്യിൽ ഈ പറയുന്ന ആഞ്ഞലിയുടെ പലക ഉണ്ടാവും. അത് വെച്ച് ചെറിയൊരു ബോക്സ്, നല്ല മിനുക്കി ഒരു ബോക്സ് ഉണ്ടാക്കി അതിൽ ഇത് ശീലിക്കുക. അപ്പോൾ നിങ്ങൾ പുതിയ ചാനൽ വ്യൂവേഴ്സ് ആണെങ്കിൽ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഓം നമഃ
शिवाय। नर्मदे हर। अशेषान् विहितान् हरे क्षमस्वत्वं शेषशैलशिखामणे।